കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്ന കാര്യം തന്റെ അജണ്ടയിലേ ഇല്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. വരുന്ന 3 മാസത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തിനുള്ള രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകുമെന്നും അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിനോട് പ്രതികരിച്ചു. പുറത്തുവരുന്ന വാർത്തകളൊന്നും ശരിയല്ല. MP എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ തുടരും. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകും. സിനിമ എന്റെ പാഷനാണെന്ന് പ്രധാനമന്ത്രിക്കും അറിയാവുന്ന കാര്യമാണ്. കുറച്ച് സിനിമകൾ ചെയ്ത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ധാരണകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതല്ലാതെ രാജിവെക്കുന്നത് തന്റെ അജണ്ടയിലേ ഇല്ലെന്ന് സുരേഷ് ഗോപി തീർത്തു പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിൽ തന്നെ സഹമന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൽ അതൃപ്തി ഉണ്ടെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകാതിരിക്കുകയല്ലേ ചെയ്യുക. അത്തരത്തിലാണ് NCP നേതാക്കളായ അജിത് പവാറും പ്രഫുൽ പട്ടേലും ഒക്കെ ചെയ്തത്. എന്നാൽ ഏത് വകുപ്പ് ലഭിക്കുമെന്ന കാര്യത്തിൽ പിന്നീട് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. തൃശൂരിൽ ചരിത്ര വിജയം നേടിയിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി എന്നാണ് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പദവി ഉപേക്ഷിക്കാൻ സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നതായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകി എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതടക്കം 4ഓളം സിനിമകൾക്ക് ഡേറ്റ് നൽകിയതിനാലാണ് ഇത്തരത്തിലൊരു നീക്കമെന്നായിരുന്നു വിവരം. അതേസമയം പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്നറിയാനാകും. സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പിന്റെ ചുമതല നൽകിയേക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്ന സൂചന. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.